നമ്മുടെ ഷോറൂമിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വാറണ്ടിയും ഫ്രീ സർവീസ് ഉള്ള വണ്ടികളാണ് നമ്മൾ കൂടുതലും നമ്മൾ സെയിൽ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു വണ്ടി എടുക്കുമ്പോഴത്തേക്ക് 100% ക്വാളിറ്റിയുള്ള വണ്ടികൾ വാറണ്ടിയോട് കൂടി നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ ചെയ്യണമെന്ന് കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഇത് കോട്ടയം ടൗണിനോട് നിയറസ്റ്റ് ആണ്. ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന ഷോറൂം ഇത് തന്നെയാണ്. SH മോളാണ് സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ടൗണിനോട് ഏകദേശം 2 കിലോമീറ്റർ മാത്രം വ്യത്യാസമേ വരുന്നുള്ളൂ. ടൗൺ എത്തുന്നതിന് മുന്നേ SH മൗണ്ട്. കറക്റ്റ് ലൊക്കേഷൻ്റെ പേര് SH മൗണ്ട്. കറക്റ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാം. നമ്പർ സ്ക്രീനിൽ കൊടുക്കട്ടെ. ഉറപ്പായിട്ടും 2 നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കി. ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? 2018 മോഡൽ വണ്ടിയാണ്. മാഗ്നയാണ് വണ്ടിയുടെ ഓപ്ഷൻ വരുന്നത്. കിലോമീറ്റർ ഓടിക്കുന്നത് 43,000 കിലോമീറ്റർ വണ്ടി ഓടി. പെട്രോൾ ഡീസലാ? പെട്രോൾ വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ്. റേറ്റ് നമുക്ക് വരുന്നത് 5,15,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. അതെ, 5,15,000 രൂപ ചോദിക്കുന്ന പ്രൈസ്. ഈ മേഖലയിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും? AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ഇൻബിൽറ്റ് സ്റ്റീരിയോ, റിയർ AC വെന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കിയ തന്നെ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. പിന്നെ വണ്ടി കോട്ടയം രജിസ്ട്രേഷൻ ആണ്. അതൊരു മുമ്പേ നമ്മൾ എട്ടിയ പറയുന്നത് തന്നെ ഇതൊരു കോട്ടയം രജിസ്ട്രേഷൻ വണ്ടി തന്നെയാണ്. അത്യാവശ്യം മാർക്കറ്റിലുള്ള രജിസ്ട്രേഷൻ തന്നെയാണ്. ഓക്കെ, പിന്നെ ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ എല്ലാം ഓക്കെയാണ്. എല്ലാം ഓക്കെയാണ്. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനമാണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ റീപ്ലേസ് ഒന്നുമില്ല. കണ്ടീഷൻ വാഹനമാണ്. 100% ഉറപ്പോടെ വാങ്ങാൻ സാധിക്കും. ഈ പ്രൈസും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. വീഡിയോസ് കണ്ടുവരുന്ന ആളുകൾക്ക് അതിൻ്റെതായ രീതിയിലുള്ള മാറ്റം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും. ഓക്കെ, അടുത്തായിട്ട് യൂസർ മേഖലയിൽ അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു വാഹനമാണ് മാരുതി റിറ്റ്സ്. അത് ഇതിന്റെ ഡീറ്റെയിൽസ് അതിന് തന്നെ 2013 മോഡൽ റിറ്റ്സ്. പെട്രോളാണ് വണ്ടി വരുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. 91 കിലോമീറ്ററാണ് വണ്ടി റൺ ചെയ്തിരിക്കുന്നത്. 91 കിലോമീറ്റർ. ഏത് വേരിയന്റ്? VXI വേരിയന്റ് ആണ് വണ്ടി. VXI വേരിയന്റില് ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും? AC വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ RPM ഗേജ് വണ്ടിക്ക് നമുക്ക് സെപ്പറേറ്റ് ആണ്. RPM ഗേജ് നമുക്ക് ഡാഷ്ബോർഡിലാണ് ഇത് ബിൽറ്റപ്പ് സെപ്പറേറ്റ് ചെയ്തതാണ്. അതെ, അത് കമ്പനി ഇൻബിൽറ്റ് വരുന്നത്. ബിൽറ്റപ്പ് ചെയ്യുന്നത് മറ്റുള്ള വണ്ടികൾക്കെല്ലാം നമുക്ക് ക്ലസ്റ്റർ തന്നെ വരുന്നു. ഇതിന് നമുക്ക് ഡാഷ്ബോർഡ് സെപ്പറേറ്റ് ആണ് നമുക്ക് വരുന്നത്. സെപ്പറേറ്റ് ആണ് വരുന്നത്. നമുക്ക് വ്യൂ ഏതൊക്കെ രീതിയിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിന്റെ ഒരു ആസ്കിംഗ് പ്രൈസ് വരുന്നത് 2,80,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്? അതെ, ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തായിട്ട് ഹ്യുണ്ടായിയുടെ സാൻഡ്രോ സെയിലിന് വന്നിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? 2019 മോഡൽ വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ബേസ് വേരിയന്റ് ആണ്. എറ എന്നുള്ള വേരിയന്റ് ആണ് വണ്ടി വരുന്നത്. ഓക്കെ, കിലോമീറ്റർ ഓടിക്കുന്ന 54,000 കിലോമീറ്റർ വണ്ടി ഓടിയിരിക്കുന്നത്. പെട്രോൾ എഞ്ചിൻ 54,000 കിലോമീറ്റർ. അതെ. ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ് ആണ്. പിന്നെ ഈ വണ്ടിക്ക് നമുക്ക് 1 ഇയർ വാറണ്ടി വരുന്ന വണ്ടിയാണ്. എഞ്ചിനും ഗിയർ ബോക്സ് ആക്കി 1 ഇയർ വാറണ്ടി വരുന്നത്. 1 വർഷം വാറണ്ടി നിങ്ങൾ കൊടുക്കുന്ന വണ്ടി തന്നെയാണ്. ഈ ബേസ് മോഡൽ വാഹനത്തിൽ അഡീഷണൽ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്ന ഫീച്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? ACയും പവർ സ്റ്റിയറിംഗും 2 ഡോർ പവർ വിൻഡോയാണ് വരുന്നത്. ഓക്കെ, വേറെ നിലവിൽ ഫീച്ചേഴ്സ് തന്നെ വണ്ടിക്കകത്തില്ല. കസ്റ്റമർ ഈ വീൽ ക്യാപ്പ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. വീൽ ക്യാപ്പും ഡോർ വൈസർ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ഓക്കെയാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് നമുക്ക് വരുന്നത് 3,60,000 രൂപയാണ് നമ്മുടെ ആസ്കിംഗ് പ്രൈസ്. 3,60,000. അതെ, നമുക്ക് വില കുറയ്ക്കാൻ സാധിക്കും. വില കുറക്കാൻ ചെയ്യാൻ പറ്റും. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ലേ? ഒക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഒരു 60 രൂപ ഡൗൺ പേയ്മെന്റ് അടിച്ച വണ്ടി ഇറക്കി 50 വണ്ടികളൊക്കെ ഇറക്കാൻ സാധിക്കില്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് അതിന് തന്നെ 2018 മോഡല് കിഡാണ് വണ്ടി വരുന്നത്. RX എന്നുള്ള വേരിയന്റ് ആണ് വരുന്നത്. പിന്നെ കിലോമീറ്റർ 67,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 67,000 കിലോമീറ്റർ. പിന്നെ വണ്ടി ഇത് 19 മോഡലായതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ABS എയർ ബാഗിങ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ കോമൺ ഫീച്ചേഴ്സ് ആണ് ACയും പവർ സ്റ്റിയറിംഗും 2 ഡോർ പവർ വിൻഡോയും ഇൻബിൽറ്റ് ടച്ച് സ്റ്റീരിയോയാണ് വണ്ടിക്കകത്ത് വരുന്നത്. ഓക്കെ, ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? പിന്നെ നമുക്ക് ആസ്കിംഗ് പ്രൈസ് വണ്ടി വരുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടി നമുക്ക് ഏറ്റവും വില കുറഞ്ഞ വണ്ടി നമുക്ക് ഈ ഒരു ഇയറിൽ ഇത്രയും വില കുറഞ്ഞ വണ്ടി നമുക്ക് വേറെ കിട്ടാൻ സാധ്യത ഉണ്ടാവില്ല. അതിനെത്ര ചോദിക്കുന്ന റേറ്റ് നമുക്ക് വരുന്നത് 3,10,000 രൂപ നമുക്ക് റേറ്റ് വരുന്നുള്ളൂ. 3,10,000 രൂപക്ക് റേറ്റ് വരുന്നുള്ളൂ. നല്ല ക്വാളിറ്റി വെഹിക്കിൾ. അത് ഓട്ടോമാറ്റിക്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? 2014 മോഡൽ ഹ്യുണ്ടായി ഗ്രാൻഡിയുടെ സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. 54,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ എഞ്ചിൻ അല്ലേ? അതെ. ഈ 54,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ജെനുവിൻ കിലോമീറ്റർ ആണ്. 100% വിശ്വസനീയ കിലോമീറ്റർ തന്നെയാണ്. പിന്നെ ഈ വണ്ടിയുടെ പ്രത്യേകത ആണെങ്കിൽ ഒരു ചെറിയ വണ്ടിക്കകത്ത് ആദ്യമായിട്ട് ഹ്യുണ്ടായി ആണ് മറ്റ് റിയർ AC വെന്റ് നമുക്ക് ഇറക്കിയിരിക്കുന്നത്. ഈ ഒരു ചെറിയ വിലക്കുള്ള വണ്ടിക്കകത്ത് നമുക്ക് റിയർ AC വണ്ടി വേറെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇതിലുണ്ട്. ഈ വണ്ടിക്കകത്ത് ആ ഒരു ഫീച്ചർ ഉണ്ട്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് സ്പോർട്സിൽ വേറെ? ഈ വണ്ടി സ്പോർട്സ് വേണമെങ്കിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ എല്ലാ കളിലും വണ്ടിക്കകത്ത് വരുന്നുണ്ട്. സ്പോർട്സ് എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ തൊട്ട് താഴേക്ക് നാസ്തയാണ്. ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ സ്പോർട്സ്. ഓക്കെ, അതുകൊണ്ട് പിന്നെ ഈ വണ്ടിക്ക് ഒരു ചെറിയൊരു ഡിഫോൾട്ട് ഉള്ളതെന്ന് പറയുകയാണെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ട് വിൻഷീൽഡ് മാത്രം റീപ്ലേസ് ആണ്. വിൻഷീൽഡ് മാത്രമാണ് റീപ്ലേസ്, വേറെ റീപ്ലേസ് ഇല്ല. അത് കമ്പനിയിൽ നിന്ന്
റീപ്ലേസ് ആയതാണ്. അതെ, റീപ്ലേസ് ഇരിക്കുന്നതാണ്. ഓക്കെ, ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ളതാണ്. പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല വണ്ടി തന്നെയാണ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും അല്ല. അതെ, ഒരു അട്രാക്റ്റീവ് പ്രൈസ് തന്നെയാണ് വണ്ടിയുടെ വരുന്നത്. ഈ ഒരു 1.2 ഇഞ്ച് വരുന്ന വണ്ടിക്കകത്ത് ഈ ഒരു റേറ്റ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് കസ്റ്റമർക്ക് ഓക്കെ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 3,40,000 രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. 3,40,000 ലോൺ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വണ്ടി? 100% ലോൺ ചെയ്യാം. ഒരു വണ്ടിയുടെ ഒരു 85 to 95% നമുക്ക് ലോൺ ചെയ്യാൻ സാധിക്കും. ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ 2021 മോഡൽ വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. 61,000 കിലോമീറ്റർ വണ്ടി ഓടിയിരിക്കുന്നത്. 1 ലിറ്റർ വണ്ടിയാണ് വാഗണർ വരുന്നത്. ഇതിനകത്ത് VXI വേരിയന്റ് ആണ് വരുന്നത്. 1000 ലിറ്ററിൽ VXI ആണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ എല്ലാം വരുന്ന വണ്ടി തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ AC-യും പവർ സ്റ്റിയറിംഗും 4-door പവർ വിൻഡോയും കിയ തന്നെ സെൻട്രൽ ലോക്കും ഇൻബിൽറ്റ് സ്റ്റീരിയോ വണ്ടിക്കകത്ത് ഫീച്ചേഴ്സ് വരുന്നത്. ABS കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്ത് കോമൺ ഫീച്ചേഴ്സ് വരുന്നുണ്ട് വണ്ടിക്ക്. പിന്നെ വേറെ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു സൈഡ് ഭാഗം ആ സൈഡൊക്കെ ബമ്പർ കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ. അത് ആക്ച്വലി ഈ വണ്ടി വന്നിട്ട് 2 ദിവസമേ ആയുള്ളൂ. അപ്പോൾ നമ്മളുടെ വർക്ക് റീവാബിനിട്ട് കഴിയാൻ വേണ്ടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കസ്റ്റമർ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കണ്ടീഷൻ കാണിച്ചാൽ പോലും അവർക്ക് വരുമ്പോഴത്തേക്ക് ഒരു പുതിയ വണ്ടിയുടെ എഫക്റ്റ് നമുക്ക് വണ്ടി, അതായത് വണ്ടി കസ്റ്റമറുടെ കയ്യിൽ കൊടുക്കുന്ന സമയത്ത് സിംഗിൾ സ്ക്രാച്ച് കൂടി ഉണ്ടാവില്ല. എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് ഉറപ്പായിട്ടും അല്ലേ? പേപ്പറും കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ഓക്കെയാണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 490 വണ്ടിക്ക് റേറ്റ് വരുന്നുള്ളൂ. 490. നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന വണ്ടി തന്നെയാണ്. ഒരു 50-40 റേഞ്ച് ഉണ്ടെങ്കിൽ സാധിക്കും. 1 വർഷത്തെ വാറണ്ടിയും 3 ഫ്രീ സർവീസും വരുന്ന വണ്ടി തന്നെയാണ്. ഓൾ ഇന്ത്യ എല്ലാം. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? 2022 മോഡൽ വണ്ടിയാണ് വരുന്നത്. ഈക്കോ സ്റ്റാൻഡേർഡ് ആണ്. സ്റ്റാൻഡേർഡ് നമുക്ക് 7 സീറ്റാണ് വണ്ടി വരുന്നത്. അപ്പോൾ അത് AC ഉണ്ടാവില്ല. പക്ഷെ നമുക്കൊരു ചെറിയ ഫാമിലിക്കാണെങ്കിലും അല്ലെങ്കിൽ ബിസിനസ് പർപ്പസ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ 7 പേർക്ക് യാത്ര ചെയ്യുകയും ചെയ്യാം. സീറ്റ് വേണം വെച്ചാൽ നമുക്കൊരു ഈ പർപ്പസിലേക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ബിസിനസ് പർപ്പസ് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ, 22 വണ്ടിയാണ് ഇത്. 1 വർഷം വാറണ്ടി 3 ഫ്രീ സർവീസും വരുന്ന വണ്ടി തന്നെയാണ്. 1 വർഷം വാറണ്ടി 3 ഫ്രീ സർവീസ് വരുന്ന വണ്ടി. എത്ര കിലോമീറ്റർ ഓടി? 36,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ് ആണ്. പ്രൈസ് നമുക്ക് വരുന്നത് 4,20,000 രൂപ വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് ഉള്ളൂ. ഈ ഒരു റേഞ്ചിൽ 7 സീറ്റ് വണ്ടി ഇത്രയും മോഡൽ വണ്ടി വേറെ കിട്ടാൻ സാധ്യത ഉണ്ടാവില്ല. അതെ, പ്രത്യേകിച്ച് മൈലേജ് വണ്ടി മൈലേജ് കാര്യങ്ങളെല്ലാം ഉണ്ട്. താനും നല്ലൊരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ ഏത് പർപ്പസും നല്ലൊരു വണ്ടി തന്നെയാണ്. നമുക്ക് ഇതിന് നമുക്ക് ലോൺ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ല? എല്ലാം ലോൺ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ലോൺ ചെയ്യാം. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ 2019 മോഡൽ വണ്ടിയാണ് വരുന്നത്. VXI ആണ് വേരിയന്റ് വരുന്നത്. കിലോമീറ്റർ 29,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന. അപ്പം പാർസൽ നോക്കിയാൽ കാണാം. മാരുതി ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന വണ്ടിക്കകത്ത് വരുന്ന ഒരു ലിസ്റ്റിനകത്ത് വരുന്ന വണ്ടിയാണ് എക്സ്പ്രസ്. പിന്നെ വേറെ പ്രത്യേകതയാണ് ഇത് നമുക്ക് ഹൈറ്റ് ഉള്ള വണ്ടി അടി തട്ടുകയോ മുട്ടുകയോ ഒന്നും ഇല്ല. ആ കാര്യത്തിലും വിശ്വസിച്ച് കൊണ്ടുനടക്കാൻ പറ്റും. ഒരു ഓടിക്കുന്ന ആളെ സംബന്ധിച്ച് ഫ്രണ്ടിൽ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടുന്ന ഒരു ചെറിയ വില കിട്ടുന്ന ഏറ്റവും നല്ല വണ്ടി തന്നെയാണ് എക്സ്പ്രസ് വരുന്നത്. പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ഉറപ്പായിട്ടും. പിന്നെ നമുക്കിത് വാറണ്ടി ഫ്രീ സർവീസും വരുന്നതുകൊണ്ട്. എത്രയാണ് വാറണ്ടി വരുന്നത്? 6 മാസത്തെ വാറണ്ടിയും 3 ഫ്രീ സർവീസും വരുന്ന ഒരു വണ്ടി തന്നെയാണ്. ഓക്കെ, പിന്നെ ഫീച്ചേഴ്സ് ആയിട്ട് VXI എന്താ പറയുക? AC-യും പവർ സ്റ്റിയറിംഗും നോർമൽ സ്റ്റീരിയോയും 2-door പവർ വിൻഡോസും ആണ് വണ്ടിക്കകത്ത്. സേഫ്റ്റി ABS കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്ത് കോമൺ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെയാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 3,90,000 രൂപ നമുക്ക് ചോദിക്കുന്ന റേറ്റ് ഉള്ളൂ. ചെറുതായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ആ ഒരു 40-45 ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. 100% ഇറക്കാൻ സാധിക്കും. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആൾട്ടോ കേട്ടൺ. ഇപ്പൊ ഇറങ്ങുന്നത് ഈ ഒരു ഫേസിലല്ലേ വരുന്നത്? ഈ ഒരു ഷേപ്പിലാണ് ഓൾട്ടോ. അത് ഇഷ്ടം പോലെ പല കളറിൽ ഇപ്പൊ നിലവിൽ അവൈലബിൾ ആണ്. സ്റ്റോക്ക് ഉണ്ടല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. 2024 മോഡൽ വണ്ടിയാണ്. LXI ആണ് വേരിയന്റ് വരുന്നത്. ഇതിന്റെ അട്രാക്റ്റീവ് പറഞ്ഞാൽ കിലോമീറ്റർ ആകൂടെ 11,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വെറും 11,000 കിലോമീറ്റർ ഷോറൂം കണ്ടീഷൻ വണ്ടി. ഉറപ്പായിട്ടും 100%. ഒരു പുതിയത് എടുക്കുന്നതിനേക്കാളും നല്ലത് ഇത് എടുക്കുന്നതിന്. ഉറപ്പായിട്ടും വെച്ചാൽ പ്രൈസ് ഡിഫറൻസ് നോക്കിയാൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് തന്നെ വണ്ടിക്കകത്ത് വരുന്നുണ്ട്. പ്രൈസ് നമുക്ക് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 4,40,000 രൂപ ആസ്കിംഗ് പ്രൈസ് വരുന്നുള്ളൂ. ആസ്കിംഗ് പ്രൈസ് നമുക്ക് കുറച്ച് കുറയ്ക്കാനും സാധിക്കുമല്ലോ. നോക്കുകയാണെങ്കിൽ പുതിയ അത്യാവശ്യം റേറ്റ് കുറവുണ്ട്. ഒരു റെഡി പേയ്മെന്റ് എടുക്കുന്ന ആളോ ലോൺ എടുക്കുന്നത് എങ്ങനെ നോക്കിയാലും ലാഭകരം തന്നെയാണ്. നല്ലൊരു വണ്ടി തന്നെയാണ്. ഈ LXI അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. AC-യും പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്നുണ്ട്. ABS എയർബാഗ് ഡ്യുവൽ എയർബാഗ് ABS വണ്ടിക്കകത്ത് വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. എന്തോ വേണ്ടില്ലേ? ഒന്നും വേണ്ട. ഇതിന് വാറണ്ടി കാര്യങ്ങൾ ഉണ്ടാവില്ലേ? പിന്നെ ഉറപ്പായിട്ട് ഇതിനകത്ത് 24 വണ്ടിയാണ്. പ്രത്യേകം വെച്ചാൽ ഇപ്പോൾ എടുത്ത വണ്ടികളൊക്കെ എല്ലാം കമ്പനിയുടെ വാറണ്ടി 2-3 വർഷം വാറണ്ടി വരുന്നുണ്ട്. ബേസിക് വാറണ്ടി 3 വർഷം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ആ വാറണ്ടി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ട്രൂ വാല്യൂന് 1 വർഷം വാറണ്ടി വരുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ നിലവിൽ 2 വർഷം കമ്പനി വാറണ്ടി ഉണ്ടെങ്കിൽ അതിനുശേഷം 1 വർഷമായിരിക്കും നമുക്ക് 1 വർഷം വാറണ്ടി വരിക. അപ്പോൾ എന്തുകൊണ്ടും ഒരു പുതിയ വാഹനം എടുക്കുന്ന അതേപോലെ തന്നെ എടുക്കാൻ പറ്റുന്ന വാഹനങ്ങളാണ്. ഇപ്പോൾ ഓൾട്ടോ കേട്ടൺ നമ്മൾ ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇഷ്ടംപോലെ വേറെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓൾട്ടോ കേട്ടൺ പുതിയത് പഴയത് ഏത് വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യണം.